കഴിഞ്ഞ രണ്ടാഴ്ചയായി കേരളം ഒന്നാകെ ചർച്ച ചെയ്യുന്ന വിഷയമാണ് PSCയിലെ ക്രമക്കേടുകൾ. കേരളത്തെ ഞെട്ടിച്ച ക്രമക്കേടുകളാണ് ഇതുവരെ പുറത്തുവന്നത്. ഇനിയും പലതും പുറത്തു വരാനിരിക്കുന്നുമുണ്ട്. പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് നിയമിച്ച PSC ചെയർമാനും അംഗങ്ങളും തങ്ങൾക്ക് തോന്നും വിധം കാര്യങ്ങൾ ചെയ്യുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ആസൂത്രണ ബോർഡിലെ ഉന്നത പദവിയിലേക്ക് നടന്ന പരീക്ഷയിലും ഉത്തരക്കടലാസ് മൂല്യനിർണ്ണയത്തിലും ഉണ്ടായ അട്ടിമറിയുടെ വിവരങ്ങൾ ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് തെളിവുകളോടെ പുറത്തുവിട്ടത്. ഏറ്റവും ഒടുവിൽ KAS പരീക്ഷയിലും ക്രമക്കേടുകളെന്ന ആരോപണം ഉയർന്നു കഴിഞ്ഞു. ഈ വിഷയങ്ങളിലെല്ലാം സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് UDF സർക്കാർ. നേരത്തെ ആസൂത്രണ ബോർഡിലെ ചീഫ് പദവിയിലെ പരീക്ഷാ ക്രമക്കേടിൽ PSC ആദ്യം ആഭ്യന്തര വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും അത് അട്ടിമറിച്ച് ചെയർമാൻ പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറി. കഴിഞ്ഞ ദിവസം ചേർന്ന PSC യോഗത്തിൽ ഇതിനെ ചൊല്ലി അംഗങ്ങളും ചെയർമാനും തമ്മിൽ ഏറ്റുമുട്ടുകയും തുടർന്ന് വിജിലൻസ് തന്നെ അന്വേഷിക്കട്ടെ എന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നാൽ അതിലൊന്നും സത്യം പുറത്തുവരില്ലെന്ന് എല്ലാവർക്കും അറിയാം. ഈ സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിസഭാ യോഗത്തിൽ സുപ്രധാനമായ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്നത്. ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്നാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഞെട്ടിക്കുന്ന ആരോപണങ്ങളാണ് പുറത്തുവരുന്നത്. ക്രമക്കേടുകളെക്കുറിച്ച് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമെന്ന പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തി. ഇപ്പോൾ പുറത്തുവന്നതിനപ്പുറമുള്ള ചില ഗൗരവമായ വിഷയങ്ങൾ മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയെന്നതും ശ്രദ്ധേയമാണ്. അത് അഭിമുഖ പരീക്ഷകളിൽ നടക്കുന്ന അട്ടിമറിയാണ്. എഴുത്തു പരീക്ഷയിലെ ഉദ്യോഗാർത്ഥികളുടെ മാർക്ക് സാധാരണഗതിയിൽ ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങൾ അറിയാറില്ല. എന്നാൽ എഴുത്തു പരീക്ഷയിലെ മാർക്ക് അറിഞ്ഞുവെച്ച് ഇന്റർവ്യൂ നടത്തിയതായി വിവരങ്ങളുണ്ട്. എഴുത്തു പരീക്ഷയിൽ മാർക്ക് കുറവുള്ളവർക്ക് കൂടുതൽ മാർക്ക് കിട്ടിയവരെ മറികടക്കാൻ തക്കവണ്ണം അഭിമുഖത്തിൽ മാർക്ക് നൽകി. എല്ലാവരുടെയും പ്രതീക്ഷയും സ്വപ്നവുമാണ് PSC. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് പരീക്ഷ എഴുതി കാത്തിരിക്കുന്നത്. PSCയുടെ വിശ്വാസ്യത കളയാൻ സർക്കാർ തയ്യാറല്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യസന്ധമായ അന്വേഷണം നടന്നാൽ PSCയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നിട്ടുള്ള അട്ടിമറികളെല്ലാം പുറത്തുവരുമെന്നതിൽ സംശയമില്ല. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ചെറിയൊരു ഭാഗം മാത്രമാകാനേ വഴിയുള്ളൂ. അടിക്കടി ഉണ്ടാകുന്ന ക്രമക്കേടുകൾ പൊതുസമൂഹത്തിനു മുന്നിൽ PSCയുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. അത് വീണ്ടെടുക്കേണ്ട ബാധ്യതയാണ് UDF സർക്കാരിനുള്ളത്. PSCയുടെ ക്രമക്കേടുകളിൽ അന്വേഷണം പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി നടത്തിയ ആ പ്രതികരണം കാണാം. ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ KAS പരീക്ഷയെ പറ്റി ഉയർന്നു വന്നിട്ടുണ്ട്, ആരോപണം വന്നിട്ടുണ്ട്. പിന്നെ പരീക്ഷയുടെ മാർക്ക് അറിയാൻ പാടില്ല ഇന്റർവ്യൂ നടത്തുന്നവർ. പക്ഷേ ഇവിടെ പല ഇൻ്റർവ്യൂ നടത്തിയിരിക്കുന്നത് പരീക്ഷയുടെ മാർക്ക് അറിഞ്ഞിട്ട് ആ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയവരെ, മാർക്ക് കുറഞ്ഞവരെ മറികടക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ മാർക്ക് കൂട്ടിക്കൊടുത്തു എന്നുള്ളതെല്ലാം ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. അതടക്കമുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. അല്ലല്ല, അത് നോക്കും, പരിശോധിക്കും. അല്ല, അത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ്, ആഭ്യന്തര വകുപ്പ് അതിൻ്റെ പരാതികളുടെ ഗൗരവം അനുസരിച്ചുള്ള തീരുമാനമെടുക്കും. ഇപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അത് അവരുടെ വിവേചനാധികാരമാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ. അതല്ല അവർ നിശ്ചയിക്കും, ആഭ്യന്തര വകുപ്പ്. അടുത്ത ഈ ചോദ്യം, തീർച്ചയായിട്ടും അല്ല, ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി PSCക്ക് വന്നിട്ടില്ല. PSC എല്ലാവരുടെയും പ്രതീക്ഷയും എല്ലാവരുടെയും സ്വപ്നമാണ്. ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണ് അത് എഴുതി കാത്തിരിക്കുന്നത്. അവരുടെ ഈ ചോദ്യങ്ങളിൽ നടക്കുന്ന ക്രമക്കേടുകൾ, ചോദ്യം തയ്യാറാക്കുന്നതിൽ നടക്കുന്ന ക്രമക്കേടുകൾ, മാർക്കിടുന്നതിൽ നടത്തിയ ക്രമക്കേടുകൾ, ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് KAS പരീക്ഷയെക്കുറിച്ചുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വന്നു. അതെല്ലാം പരിശോധിക്കട്ടെ. നമ്മൾ ഒരു അന്വേഷണവും നടക്കാതെ ഞങ്ങളൊരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ല. നമ്മളൊരു സ്ഥാപനത്തിൻ്റെ വിശ്വാസം നശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യും. പക്ഷേ അന്വേഷിക്കും.